സുഹൃത്തുക്കളെ, ഒരു വാക്കുപോലും മിണ്ടാതെ നിങ്ങളുടെ ശത്രുവിനെ നിശബ്ദമായി ഇല്ലാതാക്കാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശത്രുവിനെ നിശബ്ദനായിരുന്ന് തകർക്കാനുള്ള 8 വഴികളെക്കുറിച്ചാണ്. അവ ഫലപ്രദം മാത്രമല്ല, തലച്ചോറിനെ ഇളക്കിമറിക്കുന്നതുമാണ്. ഈ 8 വഴികളിൽ ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലുമൊന്ന് നിങ്ങൾക്കില്ലാതായാൽ നിങ്ങളുടെ ശത്രു തകരില്ല, പകരം നിങ്ങൾ തകരും. അതിനാൽ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. ഇടയ്ക്ക് വെച്ച് നിർത്താനുള്ള അബദ്ധം ഒരിക്കലും കാണിക്കരുത്. അപ്പോൾ തുടങ്ങാം ഈ നിശബ്ദമായ തകർച്ചയുടെ കളി. ഒന്നാമത്തെ വഴി, നിങ്ങളുടെ നിശബ്ദതയെ കരുത്താക്കുക, ബലഹീനതയാക്കരുത്. ചാണക്യൻ പറയുന്നു, സ്വന്തം വാക്കുകളെ നിയന്ത്രിക്കുന്നവന് യുദ്ധം ചെയ്യാതെ തന്നെ ശത്രുവിനുമേൽ വിജയം നേടാൻ കഴിയും. പലപ്പോഴും നിശബ്ദതയാണ് ഏറ്റവും മൂർച്ചയേറിയതും മാരകവുമായ ആയുധം. ശത്രുവിന്റെ വാക്കുകൾക്ക് നിങ്ങൾ മറുപടി നൽകാതിരിക്കുമ്പോൾ നിങ്ങൾ അവരുടെ പദ്ധതികളെത്തന്നെ പരാജയപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾ പ്രതികരിക്കുമെന്നും തർക്കിക്കുമെന്നും ദേഷ്യപ്പെടുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ തികച്ചും ശാന്തനായിരിക്കുമ്പോൾ അവർ ഉള്ളിൽ നിന്ന് തകരാൻ തുടങ്ങും. നിങ്ങളുടെ നിശബ്ദത ഒരു കണ്ണാടിയായി മാറുന്നു. അതിൽ അവരുടെ നുണകളും കോപവും വഞ്ചനയും അവർക്ക് വ്യക്തമായി കാണാൻ കഴിയും. തന്റെ തന്ത്രങ്ങളൊന്നും വിലപ്പോവുന്നില്ല എന്ന് അവർക്ക് തോന്നിത്തുടങ്ങും. ഇതവരെ ഉള്ളിൽ നിന്ന് കാർന്നുതിന്നും. അവർ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വീണ്ടും വീണ്ടും ശ്രമിക്കും. എന്നാൽ ഓരോ തവണയും നിങ്ങൾ ശാന്തതയോടെയും പുഞ്ചിരിയോടെയും നേരിടുമ്പോൾ അവർ അസ്വസ്ഥരാകും. ഈ അസ്വസ്ഥതയാണ് അവരുടെ പതനത്തിന്റെ തുടക്കം. നിങ്ങൾ കർമ്മനിരതനാകുമ്പോൾ നിശബ്ദത കൂടുതൽ ഫലപ്രദമാകുന്നു. ഒന്നും പറയാതെ തന്നെ സ്വയം മികച്ചവനാകുക. ജീവിതത്തിൽ വളരുക. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൂടുതൽ തിളക്കമുള്ളതാക്കുക. നിങ്ങളുടെ വിജയം അവരുടെ പരാജയത്തിന്റെ കണ്ണാടിയാകുമ്പോൾ അവർ സ്വയം ഇല്ലാതാകുന്നു. ആളുകൾ നിങ്ങളെ പ്രശംസിക്കാൻ തുടങ്ങുകയും അവർ നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ മാത്രം ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ക്രമേണ അവരുടെ സ്വന്തം ഇമേജ് തകരുന്നു. നിശബ്ദനായിരിക്കുക എന്നാൽ നിങ്ങളുടെ ഊർജം ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുക എന്നാണ് അർത്ഥമാക്കുന്നത്. അവരോട് മറുപടി പറയാനല്ല, മറിച്ച് സ്വയം മുന്നോട്ടു പോകാനാണ് നിങ്ങളത് ഉപയോഗിക്കുന്നത്. ഈ കാര്യമാണ് നിങ്ങളുടെ ശത്രുവിനെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. താൻ എന്തുതന്നെ ചെയ്താലും നിങ്ങളിൽ യാതൊരു സ്വാധീനവും ചെലുത്താൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലാകും. ഈ വൈകാരിക പരാജയം അവരെ മാനസികമായി തകർക്കും. അതിനാൽ അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പുഞ്ചിരിക്കുക, നിശബ്ദത പാലിക്കുക. ഓർക്കുക, നിശബ്ദമായ തകർച്ചയാണ് ഏറ്റവും വലിയ ആഘാതം സൃഷ്ടിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ കാര്യം നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു ലൈക്ക് നൽകി കമന്റിൽ തീർച്ചയായും അറിയിക്കുക. രണ്ടാമത്തെ വഴി, നിങ്ങളുടെ വിജയത്തിന്റെ ശബ്ദം അവരെ നിശബ്ദരാക്കട്ടെ. ചാണക്യനീതി പറയുന്നു, സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് കൊട്ടിഘോഷിക്കാത്തവനാണ് യഥാർത്ഥ വിജയി. ശത്രുവിനെ നിശബ്ദമായി തകർക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം നിങ്ങളുടെ വിജയത്തിൽ അവരെ എരുതിയിലിടുക എന്നതാണ്. എന്നാൽ ഈ അസൂയ പ്രകടനത്തിലോ അഹങ്കാരത്തിലോ അല്ല, മറിച്ച് അവരുടെ ആത്മാവിനെപ്പോലും ദഹിപ്പിക്കും വിധം അത്ര നിശബ്ദമായി വേണം ചെയ്യാൻ. ശ്രദ്ധിച്ചു ചിന്തിക്കുക. നിങ്ങളുടെ ശത്രു നിങ്ങളെ പരാജയപ്പെട്ടവനായി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ വീഴുമെന്നും പരാജയപ്പെടുമെന്നും അവർ എല്ലാ ദിവസവും പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഓരോ ചെറിയ വിജയവും അവർക്കേറ്റ കനത്ത പ്രഹരമാണ്. എന്നാൽ നിങ്ങൾ വിജയങ്ങളെക്കുറിച്ച് ശബ്ദമുണ്ടാക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുമ്പോഴാണ് ആ പ്രഹരത്തിന് ശക്തി കൂടുന്നത്. ഒന്നും മിണ്ടാതെ, ബഹളങ്ങളില്ലാതെ. നിങ്ങൾ ഓരോ പുതിയ ഉയരങ്ങൾ കീഴടക്കുമ്പോഴും ആ വ്യക്തി ഉള്ളിൽ നിന്ന് തകരാൻ തുടങ്ങും. താൻ അപമാനിക്കപ്പെടുകയാണെന്ന് അവർക്ക് തോന്നും. എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നിങ്ങൾ അവരുടെ പേര് പറയുന്നില്ല, മറുപടി നൽകുന്നില്ല. നിങ്ങൾ വെറുതെ മുന്നോട്ടു പോവുകയാണ്. ഈ നിശബ്ദത അവരെ ഭ്രാന്തന്മാരാക്കും. നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലം അവരുടെ മനോവീര്യത്തെ പതുക്കെ ഇല്ലാതാക്കും. ആളുകൾ നിങ്ങളെക്കുറിച്ച് സംസാരിക്കാനും പ്രശംസിക്കാനും തുടങ്ങുമ്പോൾ അവരുടെ ഈഗോ വ്രണപ്പെടുന്നു. നിങ്ങൾ അപ്പോഴും ശാന്തനായിരിക്കുമ്പോൾ അവർ സ്വയം ചോദ്യം ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടിവൻ എന്നേക്കാൾ മുന്നിലെത്തി? ഞാൻ എന്തുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുന്നു? ഈ ചോദ്യങ്ങൾ അവരെ ഉള്ളിൽ നിന്ന് തകർക്കും. പുറമേ എത്ര ശാന്തനായി കാണപ്പെട്ടാലും ഉള്ളിൽ അവർ വീർപ്പുമുട്ടും. ഉള്ളിൽ നിന്ന് ദുർബലനാകുന്ന ഒരു വ്യക്തിയുടെ പതനം ഉറപ്പാണ്. അതിനാൽ നിശബ്ദമായി പ്രവർത്തിക്കുക. ഫലം സ്വയം സംസാരിക്കും. നിങ്ങൾ എന്താണ് നേടിയതെന്ന് ഷോ ഓഫ് ചെയ്യുകയോ മറ്റുള്ളവരോട് പറയുകയോ ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ശത്രു നിങ്ങളെ ശ്രദ്ധിക്കാൻ നിർബന്ധിതനാകുന്ന രീതിയിൽ മാത്രം പ്രവർത്തിക്കുക, അവർ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും. ഓർക്കുക, സ്വയം സംസാരിക്കുന്ന വിജയമാണ് യഥാർത്ഥ വിജയം. നിങ്ങൾ നിശബ്ദമായി വിജയിക്കുമ്പോൾ അത് നിങ്ങളുടെ ശത്രുവിനുണ്ടാക്കുന്ന തോൽവി ഏറ്റവും വേദനാജനകമായിരിക്കും. ആ നിശബ്ദ വിജയമാണ് ഏറ്റവും ആഴത്തിലുള്ള മുറിവേൽപ്പിക്കുന്നത്. മൂന്നാമത്തെ വഴി, അവരുടെ ബലഹീനതയെ നിങ്ങളുടെ ആയുധമാക്കുക. ചാണക്യൻ പറയുന്നു, ശത്രു തന്റെ ഏറ്റവും വലിയ കരുത്തായി കരുതുന്നതെന്തോ അതാണ് അവന്റെ ഏറ്റവും വലിയ ബലഹീനത. നിങ്ങളുടെ ശത്രുവിന്റെ ബലഹീനതയെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചാൽ യുദ്ധം ചെയ്യാതെ തന്നെ നിങ്ങൾക്കവരെ പരാജയപ്പെടുത്താൻ കഴിയും. എന്നാൽ ശ്രദ്ധിക്കുക, ഇത് തന്ത്രപരമായി പ്രവർത്തിക്കേണ്ട കാര്യമാണ്, അല്ലാതെ നേർക്കുനേർ പോരാടാനുള്ളതല്ല. എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും ബലഹീനതയുണ്ടാകും. ചിലർ അഹങ്കാരത്തിൽ മുങ്ങിനിൽക്കുന്നവരാകും. ചിലർ കോപത്താൽ അന്ധരായിരിക്കും. ചിലർ സ്വയം വളരെ ബുദ്ധിമാനാണെന്ന് കരുതുന്നു. മറ്റു ചിലർ മറ്റുള്ളവരെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ഈ ബലഹീനതകൾ തിരിച്ചറിയുകയും
ശാന്തനായിരുന്ന ഒന്നും പറയാതെ അവ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ശത്രുവിന്റെ പരാജയം ഉറപ്പാകും. നിങ്ങളുടെ ശത്രു അഹങ്കാരിയാണെന്ന് കരുതുക. തനിക്കാണ് എല്ലാം അറിയാവുന്നത് എന്ന് അവൻ കരുതുന്നു. ഓരോ തവണയും അവൻ പറയുന്നത് ശരിയാണെന്ന് തലയാട്ടുക. അങ്ങനെ അവൻ കൂടുതൽ അഹങ്കാരിയായി മാറും. എന്നിട്ട് ഒരു ദിവസം അതേ അഹങ്കാരം അവനെ സ്വന്തം തകർച്ചയ്ക്ക് കാരണമാകുന്ന തീരുമാനങ്ങളെടുക്കാൻ നിർബന്ധിതനാക്കും. നിങ്ങൾ വെറുമൊരു കാഴ്ചക്കാരനായി തുടരും. കളി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നേരത്തെ അറിയാമായിരുന്ന ഒരു ശാന്തനായ കാഴ്ചക്കാരൻ. അല്ലെങ്കിൽ എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്ന ആ വ്യക്തിയെ എടുക്കുക. നിങ്ങൾ മിണ്ടാതെ അവരുടെ വികാരങ്ങൾ വെച്ച് കളിക്കുക. ഒന്നും മിണ്ടാതെ നിങ്ങൾ പുഞ്ചിരിക്കുന്നത് കാണുമ്പോൾ അവർ കൂടുതൽ പ്രകോപിതരാകും. ഓരോ തവണയും അവർ തങ്ങളുടെ പരിധി ലംഘിക്കും, സ്വന്തം വില കളയും. നിങ്ങളൊന്നും പറയില്ല. എന്നാൽ ഓരോ തവണയും നിങ്ങളുടെ നിശബ്ദത അവരുടെ കോപത്തിന് എണ്ണ പകരും. സത്യത്തിൽ നിങ്ങളുടെ നിശബ്ദത അവരുടെ ആ ബലഹീനതയെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുന്നു. കാരണം അവരുടെ പതനം ഒളിഞ്ഞിരിക്കുന്ന ദിശയിലേക്ക് നിങ്ങൾ അവരെ ബോധപൂർവം തള്ളിയിടുകയാണ്. നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തുകയോ തർക്കിക്കുകയോ ചെയ്യാത്തതിനാൽ നിങ്ങൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് കഴിയില്ല. യുദ്ധക്കളം അവിടെ തന്നെയാണെന്ന് ഓർക്കുക. എന്നാൽ പോരാളി നിങ്ങൾ മാത്രമായിരിക്കും. ഈ യുദ്ധത്തിൽ ശബ്ദമല്ല, തന്ത്രമാണ് വിജയിക്കുന്നത്. അതിനാൽ അടുത്ത തവണ ഒരു ശത്രുവിനെ നേരിടുമ്പോൾ നിശബ്ദമായി അവനെ പഠിക്കുക. അവന്റെ ബലഹീനതകൾ മനസ്സിലാക്കുക. എന്നിട്ട് അവിടെ നിന്ന് അവന്റെ കളി അവസാനിപ്പിക്കുക. ഇതാണ് യഥാർത്ഥ നിശബ്ദ തകർച്ച. നാലാമത്തെ വഴി, ഏറ്റവും വലിയ ശിക്ഷ അവരെ അവഗണിക്കുക എന്നതാണ്. ചാണക്യൻ പറയുന്നു, നിന്ദിക്കുന്നവന് മറുപടി നൽകുന്നതിനേക്കാൾ അവനെ അവഗണിക്കുന്നതാണ് കൂടുതൽ വിനാശകരം. ഇതൊരു ആഴത്തിലുള്ള കാര്യമാണ്. ഇതിന്റെ സ്വാധീനം ശത്രുവിന്റെ ഉള്ളിൽ വരെ എത്തും. നിങ്ങളെ താഴ്ത്തിക്കെട്ടാനോ വേദനിപ്പിക്കാനോ നിങ്ങളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്താനോ ഗൂഢാലോചന നടത്തിയ വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായും അവഗണിക്കുമ്പോൾ അതവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയായി മാറുന്നു. ചിന്തിച്ചു നോക്കൂ, ഒരാൾ എല്ലാ ദിവസവും നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുന്നു, നിങ്ങളുടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ അവരുടെ അസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്നു. നിങ്ങൾ അവരുടെ വാക്കുകൾക്ക് മറുപടി നൽകുന്നില്ല, അവർക്ക് യാതൊരു വിലയും നൽകുന്നില്ല, ഒരു പ്രതികരണവും നൽകുന്നില്ല. ഇപ്പോൾ അവർ അസ്വസ്ഥരാകാൻ തുടങ്ങും. കാരണം അവർക്ക് നിങ്ങളുടെ പ്രതികരണമായിരുന്നു വേണ്ടിയിരുന്നത്. കോപം, തർക്കം, വിശദീകരണം അല്ലെങ്കിൽ വഴക്ക്. എന്നാൽ അവർക്കൊന്നും ലഭിച്ചില്ല. നിങ്ങളുടെ നിശബ്ദത അവരെ കാർന്നുതിന്നുന്നു. അവർ എല്ലാ ദിവസവും സ്വയം തെളിയിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ മുന്നിൽ നിന്ന് മറുപടി ലഭിക്കാത്തപ്പോൾ താൻ പരാജയപ്പെട്ടുവെന്ന് അവർക്ക് തോന്നുന്നു. ഈ അവഗണന എന്നത് ബഹളത്തേക്കാൾ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന ഒരു മാനസിക പീഡനം പോലെയാണ്. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം പ്രാധാന്യമാണ്. നിങ്ങൾ ആരെയെങ്കിലും ശ്രദ്ധിക്കാൻ പോലും മാത്രം പ്രാധാന്യം അവർക്കില്ല എന്ന് കാണിക്കുമ്പോൾ അവർ ഉള്ളിൽ നിന്ന് തകരുന്നു. ശത്രുവിന് ഇതിലും വലിയ ഒരു അപമാനം ഉണ്ടാകാനില്ല. കാരണം അവരുടെ ഗൂഢാലോചനകളും തന്ത്രങ്ങളും കഠിനാധ്വാനവുമൊന്നും ഫലം കണ്ടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിലകെട്ട ഒരു അധ്യായം പോലെ നിങ്ങൾ അവരെ വെട്ടിമാറ്റിയിരിക്കുന്നു. അവരുടെ ആത്മാഭിമാനം സ്വയം തകരാൻ തുടങ്ങുന്ന നിമിഷമാണിത്. അവരുടെ സാന്നിധ്യം നിങ്ങളുടെ വിജയത്തിലോ സന്തോഷത്തിലോ തീരുമാനങ്ങളിലോ യാതൊരു മാറ്റവും വരുത്തുന്നില്ലെന്ന് കാണുമ്പോൾ അവർ മാനസികമായി പരാജയം സമ്മതിക്കാൻ തുടങ്ങുന്നു. മാനസികമായി തോറ്റവന്റെ പതനം ഉറപ്പാണ്. അതുകൊണ്ട് അടുത്ത തവണ ഏതെങ്കിലും ശത്രു നിങ്ങളെ താഴെയിറക്കാൻ ശ്രമിച്ചാൽ അതിനുള്ള ഏറ്റവും ശക്തമായ മറുപടി ഒരു മറുപടിയും കൊടുക്കാതിരിക്കുക എന്നതാണ്. ചിലപ്പോൾ ഏറ്റവും വലിയ മുറിവ് കാണാൻ കഴിയില്ലെന്ന കാര്യം ഓർക്കുക. അവഗണിക്കുന്നത് അത്തരമൊരു അദൃശ്യമായ ആക്രമണത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ആറാമത്തെ വഴി, അവരുടെ നീക്കങ്ങൾക്ക് മുൻപേ ഒരു പടി മുന്നിലായിരിക്കുക. നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ 5 വിട്ടുപോയി 6 കൊടുത്തിട്ടുള്ളത്. ചാണക്യനീതി പറയുന്നു, ശത്രുവിന്റെ പദ്ധതികളെക്കുറിച്ച് മുൻകൂട്ടി അറിവുള്ളവനെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല. ശത്രുവിന്റെ ഏറ്റവും വലിയ ശക്തി എന്നത് മിന്നലാക്രമണമാണ്. എന്നാൽ നിങ്ങൾ അവരുടെ നീക്കങ്ങൾ മുൻകൂട്ടി കാണാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ എപ്പോഴും അവരെക്കാൾ ഒരു പടി മുന്നിലാകുമ്പോൾ അവരുടെ തന്ത്രങ്ങൾ വിഫലമാകുന്നു. ഇതാണ് അവരെ നിശബ്ദമായും മാരകമായും തകർക്കുന്ന രീതി. ഇതെങ്ങനെ സാധിക്കും? ആദ്യത്തെ പടി ശ്രദ്ധിക്കുക എന്നതാണ്. നിങ്ങളുടെ ശത്രുവിന്റെ ഓരോ പ്രവൃത്തിയും വാക്കും തീരുമാനവും നിങ്ങൾ ആഴത്തിൽ നിരീക്ഷിക്കണം. അവൻ ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് പ്രചരിപ്പിക്കുന്നത്, നിങ്ങളുടെ പ്രതിച്ഛായ തകർക്കാൻ അവൻ എവിടെയൊക്കെയാണ് ശ്രമിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നും പറയാതെ, ഒന്നും ചോദിക്കാതെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. രണ്ടാമത്തെ പടി നിങ്ങളുടെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. ശത്രു നിങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയുമ്പോൾ നിങ്ങൾ ശാന്തരായിരിക്കണം. അവൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പുഞ്ചിരിക്കണം. മൂന്നാമത്തെ പടി നിങ്ങളുടെ പദ്ധതികൾ മറച്ചുവെക്കുക എന്നതാണ്. ശത്രുവിന്റെ മറ്റൊരു ബലഹീനതയുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവൻ അറിയില്ല എന്നത് അവന് സഹിക്കാൻ കഴിയില്ല. അതിനാൽ അവന് ഒരു സൂചനയും നൽകരുത്. നിശബ്ദനായി, ശാന്തനായി, എന്നാൽ പൂർണ്ണശക്തിയോടെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറുക. നിങ്ങളുടെ നിശബ്ദത അവന്റെ അസ്വസ്ഥതയായി മാറും. അവന്റെ ഓരോ നീക്കത്തിനു മുമ്പ് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ അവന്റെ പദ്ധതികളെല്ലാം താനേ പരാജയപ്പെടുന്നു. ഇത്തവണ നിങ്ങളെ കുടുക്കിയെന്ന് അവൻ വിചാരിക്കും. എന്നാൽ യാതൊരു ഫലവും കാണാത്തപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം നേരത്തെ അറിയാമായിരുന്നുവെന്ന് അവൻ ചിന്തിക്കും. ഈ ഭയം അവന്റെ ധൈര്യം ചോർത്തും. പിന്നീട് പതിയെ അവൻ തന്റെ സ്വന്തം തന്ത്രങ്ങളെ സംശയിക്കാൻ തുടങ്ങും.
ഇവനിൽ ഇതിനൊന്നും ഒരു ഫലവുമില്ലല്ലോ, ഇവൻ മറുപടിയും തന്നില്ല, ഇവൻ നേരത്തെ തന്നെ തയ്യാറായിരുന്നു. ഈ ചോദ്യങ്ങൾ തന്നെ അവന്റെ ചിന്തകളെ ചുട്ടരിക്കും. ഓർക്കുക, യുദ്ധം ജയിക്കുന്നത് യുദ്ധക്കളത്തിലല്ല, മനസ്സിലാണ്. നിങ്ങൾ തലച്ചോറുകൊണ്ട് ഒരു പടി മുന്നിലാണെങ്കിൽ വാളെടുക്കാതെ തന്നെ നിങ്ങൾക്ക് ശത്രുവിനെ പരാജയപ്പെടുത്താൻ കഴിയും. നിങ്ങൾ വലിയ എന്തെങ്കിലും ചെയ്യുമ്പോൾ വിമർശനങ്ങളും അപമാനങ്ങളും നുണകളും കിംവദന്തികളും സാധാരണമാണെന്ന് ഓർക്കുക. എന്നാൽ ആളുകൾ എന്തു പറയുന്നു എന്നതല്ല ചോദ്യം, നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതാണ്. ശത്രു എത്ര വേണമെങ്കിലും സംസാരിക്കട്ടെ, എത്ര വിഷം ചീറ്റിയാലും നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക: ചരിത്രം സൃഷ്ടിക്കുക. ബഹളമുണ്ടാക്കാത്തവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. വിശദീകരണങ്ങൾ നൽകാതെ എല്ലാ മുറിവുകൾക്കും സ്വന്തം പ്രവൃത്തിയിലൂടെ മറുപടി നൽകുന്നവർ. വരും തലമുറകൾ ഓർമ്മിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് നിശബ്ദമായി സൃഷ്ടിക്കുമ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ വെറുതെ പിറുപിറുക്കാൻ മാത്രമേ ബാക്കിയുണ്ടാകൂ. നിങ്ങളുടെ ഓരോ ചുവടും ഓരോ നേട്ടവും അവരെ ഉള്ളിൽ നിന്ന് മുറിവേൽപ്പിക്കും. അവരുടെ വാക്കുകൾക്ക് പകരം ആളുകൾ നിങ്ങളുടെ പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ താഴെയിറക്കാൻ അവർ ഉപയോഗിച്ച അതേ വാക്കുകൾ തന്നെ അവരെ തുറന്നുകാട്ടിയെന്ന് അവർ മനസ്സിലാക്കും. സ്വന്തം വാക്കുകളെക്കുറിച്ച് അവർ തന്നെ ലജ്ജിക്കുന്ന ഒരു സമയം വരും. കാരണം അവർ വീഴ്ത്താൻ ശ്രമിച്ച വ്യക്തി ഇന്ന് ഉന്നതങ്ങളിലാണ്. അവർ ദുർബലനെന്ന് കരുതിയവൻ ഒരു മാതൃകയായി മാറി. ഒരു കാലത്ത് നിശബ്ദനായിരുന്നവന്റെ പേര് ഇന്ന് എങ്ങും മുഴങ്ങുന്നു. അവർ എല്ലായിടത്തും സംസാരിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടെ കഥ എഴുതുക, നിങ്ങളുടെ സ്വപ്നങ്ങളുടെ മാളിക പണിയുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളെ യാഥാർത്ഥ്യമാക്കുക. നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ ബഹളം താനേ അടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരില്ല. നിങ്ങളുടെ ചരിത്രം തന്നെ ഒരു മറുപടിയാകും. എട്ടാമത്തെ വഴി: ശത്രുവിനെയല്ല, സ്വയം വിജയിച്ചുകൊണ്ട് അവനെ തോൽപ്പിക്കുക. നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ 7 വിട്ടുപോയി 8 കൊടുത്തിട്ടുള്ളത്. ചാണക്യൻ പറയുന്നു, സ്വയം വിജയം നേടുന്നവനെ ലോകത്തിലെ ഒരു ശത്രുവിനും തോൽപ്പിക്കാൻ കഴിയില്ല. ഈ രീതി കേൾക്കാൻ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ഇതിന്റെ ശക്തി എല്ലാ തന്ത്രങ്ങൾക്കും മുകളിലാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലെ ഭയം, കോപം, അസൂയ, അരക്ഷിതാവസ്ഥ എന്നിവയെ നിങ്ങൾ മറികടക്കുമ്പോൾ ലോകത്തിലെ ഒരു ശത്രുവിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും പുറമേയുള്ള ശത്രുക്കളെക്കാൾ അപകടകാരികൾ അവരുടെ ഉള്ളിലെ ശത്രുക്കളാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും നിങ്ങളെ താഴ്ത്തിക്കെട്ടുമ്പോൾ യഥാർത്ഥ വേദന അവിടെ നിന്നല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം പ്രതികരണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നിങ്ങളുടെ കോപം, നിങ്ങളുടെ ദുഃഖം, നിങ്ങളുടെ അരക്ഷിതാവസ്ഥ ഇവയെല്ലാം ശത്രുവിന്റെ ആയുധങ്ങളായി മാറുന്നു, അതും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ. ഇപ്പോൾ ചിന്തിക്കുക, നിങ്ങൾ ആ വികാരങ്ങളെ നിയന്ത്രിച്ചാൽ എങ്ങനെയിരിക്കും? നിങ്ങളുടെ കോപത്തെ സമാധാനമായി മാറ്റിയാൽ, നിങ്ങളുടെ അരക്ഷിതാവസ്ഥയെ ആത്മവിശ്വാസമാക്കി മാറ്റിയാൽ, നിങ്ങളുടെ ഭയത്തെ ധൈര്യമാക്കി മാറ്റിയാൽ ശത്രുവിന്റെ ഒരു നീക്കത്തിനും നിങ്ങളെ സ്പർശിക്കാൻ കഴിയില്ല. ഒരു വാക്കും ഒരു പെരുമാറ്റവും നിങ്ങളുടെ സമാധാനം നശിപ്പിക്കാത്ത വിധം നിങ്ങൾ സ്വയം ശക്തനാകുമ്പോൾ നിങ്ങൾ അജയ്യനായി മാറുന്നു. ഈ അജയ്യതയാണ് ശത്രുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. കാരണം നിങ്ങൾ നയിക്കപ്പെടുന്നത് ഒരു ബാഹ്യശക്തിയാലല്ല, മറിച്ച് സ്വയമാണെന്ന് അവർ മനസ്സിലാക്കും. ആർക്കും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ കഴിയില്ല. ആർക്കും നിങ്ങളുടെ ദിശ മാറ്റാൻ കഴിയില്ല. ഏറ്റവും പ്രധാനമായി ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഈ പോരാട്ടം മൈതാനത്തല്ല നടക്കുന്നത്, ഇതുള്ളിലാണ്. അവിടെ എല്ലാ ദിവസവും ഒരു യുദ്ധം നടക്കുന്നു. ചിന്തിക്കണോ അതോ സഹിക്കണോ? തകരണോ അതോ കരകയറണോ? ചിതറിപ്പോകണോ അതോ തിളങ്ങണോ? ഈ പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാ ദിവസവും സ്വയം വിജയിക്കുമ്പോൾ ലോകത്തിലെ എല്ലാ ശത്രുക്കളും സ്വയം തോൽവി സമ്മതിക്കുന്നു. കാരണം അവർ നിങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവരുടെ പിടിയിൽ ഒതുങ്ങാത്ത വിധം നിങ്ങൾ സ്വയം മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും.